ബ്യൂട്ടി ഓഫ് ജോസൻ്റെ കൊറിയൻ ബ്രാൻഡാണ്. അതിൻ്റെ ഒരു സൺസ്ക്രീൻ. ഇതിപ്പോൾ എൻ്റെ ഒരു മൂന്നാമത്തെ ട്യൂബാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. 1500 റുപ്പീസാണ് ഈ ഒരു ട്യൂബിനായത്. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കിന്നിന് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനിത് പിന്നെയും പർച്ചേസ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള നല്ല പ്രൊഡക്ട്സിനൊക്കെ കുറച്ച് റേറ്റ് ആയാലും നമ്മുടെ സ്കിന്നിന് അത് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആകെയുള്ളൊരു ഡ്രോബാക്കായിട്ട് തോന്നിയത് ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഇത്രയും പ്രൊഡക്ട്സേ ഉണ്ടാവുള്ളൂ. ഇത് വേഗം തന്നെ തീരും കേട്ടോ. കാരണം നമ്മൾ സൺസ്ക്രീനൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളല്ലേ. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ട്യൂബ് 1 month 2 month ഒക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. 2 months കഷ്ടിച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ടോക്കിംഗ് അബൌട്ട് ദ ടെക്സ്ചർ, ഇത് ഇതേപോലെ ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ വരുന്നുണ്ട്. ബട്ട് നന്നായിട്ട് ബ്ലെൻഡായി പോകും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് വൈറ്റായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ അത് സീംലെസ് ആവും കേട്ടോ. ആൻഡ് ഇറ്റ് ഓൾസോ ഗിവ്സ് എ റേഡിയൻറ്റ് ഗ്ലോവി ലുക്ക്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് റൈസും പ്രോബയോട്ടിക്സുമാണ്. റൈസ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ അത്രയ്ക്ക് അങ്ങോട്ട് കാണാറില്ല. ബട്ട് കൊറിയൻസിൻ്റെ പ്രൊഡക്ട്സിൽ മോസ്റ്റ് ഓഫ് ദെയർ പ്രൊഡക്ട്സ് ആർ ബേസ്ഡ് ഓൺ റൈസ് പ്രൊഡക്ട്സ്. റൈസിലെ കുറച്ച് കമ്പോണൻസിന് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും അതിൻ്റെ ടെക്സ്ചർ സ്മൂത്താക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്. നെക്സ്റ്റ് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് മേടിച്ചിട്ടുള്ളത്. പൊതുവേ ഞാൻ പിങ്ക് ന്യൂഡ് ഷെയ്ഡ്സാണ് മേടിക്കാറുള്ളത്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബ്രൗൺ കളർ ലിപ്സ്റ്റിക്കാണ് മേടിച്ചത്. ഫേസസ് കാനഡ കോംഫി മാറ്റ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. ഇത് നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡ് കളറാണ്. ഐ ഹോപ്പ് ഇത് എൻ്റെ സ്കിന്നിന് ചേരുമെന്ന്. ഇതിൻ്റെ കുറേ റിവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ആ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു. ബട്ട് അക്കോർഡിംഗ് ടു ലിപ് തിയറി നമ്മളിത് ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം ആ ഷെയ്ഡ്. എനിവേ ഞാനിത് ട്രൈ ചെയ്യാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വോണ്ടൊക്കെ ഒരു ഡീസൻറ്റ് വോണ്ടാണ്. ഇതിൻ്റെ ഹാൻഡ്സ് വെച്ച് കാണിച്ചു തരാം കേട്ടോ. പക്ക ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആണ്. സോ ബ്രൗൺ ന്യൂഡ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിവേ മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് നന്നായിട്ട് സൂട്ടാവുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കേട്ടോ. ഈ പ്രൊഡക്ട്സ് ഒക്കെ നൈക്കയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൈക്ക ആപ്പിൽ ഈ പ്രൊഡക്ട്സ് പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടും. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ബാച്ച് പ്രൊഡക്ട്സ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റാണ്. ബ്യൂട്ടി ഓഫ് ജോസൻ്റെ സൺസ്ക്രീൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയൊരു സാമ്പിളാണ്.